ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ദിനത്തിൽ വൈക്കത്തപ്പനെ തൊഴുത് അനുഗ്രഹം വാങ്ങി പതിനായിരങ്ങൾ. പുലർച്ചെ 4:30 ആരംഭിച്ച അഷ്ടമി ദർശനം ഉച്ചയ്ക്ക് ശേഷവും നീണ്ടു. സർവാഭരണ വിഭൂഷിതനായ ഭഗവാനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞതിന്റെ ആത്മനിർവൃതിയിലാണ് ഭക്തസഹസ്രങ്ങൾ. എല്ലായിടങ്ങളിലും പഞ്ചാക്ഷരി മന്ത്രമുഖരിതമായ അന്തരീക്ഷം. ഭക്തിയുടെ പാരമ്യത്തിലാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ദർശനം നടക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ഭക്തരുടെ നീണ്ട നിര. പുലർച്ചെ ഭക്തരെ കൊണ്ട് നിബിഡമായി വൈക്കത്തപ്പന്റെ മണ്ണ്. അഷ്ടമി ദിവസം ഭഗവാനെ ദർശിച്ചാൽ പുണ്യമെന്നാണ് വിശ്വാസം. ഈ മണ്ണിൽ എത്തുക എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ബാക്രപാദ മഹർഷിക്ക് ദർശനം കൊടുത്ത പോലെ നമുക്കും അനുഗ്രഹം കിട്ടേണ്ട വൈക്കത്തപ്പൻ്റെ മണ്ണ്. പിന്നെ അന്നദാന പ്രഭുവാണ്. ഇത് കഴിഞ്ഞാൽ അന്നദാനത്തിനാണ് ക്യൂ. അന്നദാനത്തിന് കഴിച്ച് തൃപ്തരായിട്ട്, അതായത് മനുഷ്യൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്തിയും എല്ലാം ഇവിടെ ഒത്തിണങ്ങിയിരിക്കുന്ന ആ ഭഗവാന്റെ ആ പൂർണ്ണ രൂപം കണ്ട് ഒന്ന് ദർശിച്ച് നമുക്ക് മോക്ഷം പ്രാപിക്കുക, അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ജീവന്റെ ഏറ്റവും ഉള്ളിലിരിക്കുന്ന ആ ശിവൻ എന്ന് പറയുന്ന ശങ്കരമായിട്ടുള്ള ആ സങ്കല്പത്തെ സാക്ഷാത്കരിക്കുന്നതിന് സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഇടപെട്ടിരിക്കുന്ന ആളുകൾ, സഹസ്രാംഗമായിട്ടുള്ള ഭക്തന്മാർ വൈക്കത്തേക്ക് ആ ശിവസാക്ഷാത്കാരത്തിനായിട്ടാണ് ഈ ദിവസം ഇവിടെ എത്തുന്നത്. അത് വലിയൊരു അനുഭൂതി തന്നെയാണ്. ആ ഒരു ഭഗവാനെ കാണുന്ന നിമിഷങ്ങൾ നൽകുന്ന ഒരു ആത്മസാക്ഷാത്കാരത്തിൻ്റെ നിർവൃതിയുടെ നിമിഷങ്ങൾ വളരെ അമൂല്യം തന്നെയാണ്. മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ ആൽത്തറയിൽ തപസ്സനുഷ്ഠിച്ച വ്യാഘ്രപാദ മഹർഷിക്ക് ശ്രീ പരമേശ്വരൻ പാർവതീ സമേതനായി ദർശനം നൽകി അനുഗ്രഹിച്ചത് ഈ ദിവസമെന്നാണ് വിശ്വാസം. വൈക്കത്തഷ്ടമിയുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് വ്യാഘ്രപാദ മഹർഷിക്ക് പാർവതീ സമേതനായി വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷാഷ്ടമി ദിവസം പാർവതീ സമേതനായ ഭഗവാൻ ദർശനമരുളി എന്നുള്ളതൊരു സങ്കല്പമാണ് ഈ വൈക്കത്തഷ്ടമി ആയിട്ട് ആഘോഷിക്കുന്നത്. അതിനു മുമ്പൊരു 12 ദിവസം മുമ്പാണ് കൊടിയേറ്റ്. ഇടതടവില്ലാതെ കലാപരിപാടികൾ, ചടങ്ങുകൾ എന്ന് വേണ്ട എല്ലാ തരത്തിലും ചടങ്ങുകളോടുകൂടിയും ആചാരപരമായിട്ടും എല്ലാ തരത്തിലും നിറഞ്ഞു നിൽക്കുന്ന വൈവിധ്യങ്ങളുടെ ഒരു ഉത്സവം തന്നെയാണ് എഴുന്നള്ളിപ്പുകളുടെ ഉത്സവം. എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും തികഞ്ഞൊരു ഉത്സവമാണ് വൈക്കത്തഷ്ടമി. അപ്പോൾ വ്യാഘ്രപാദ മഹർഷിക്ക് ദർശനമരുളി ആ ദിവസം ഭക്തജനങ്ങൾ എവിടെയാണെങ്കിലും വൈക്കത്തേക്ക് എത്തുക. വൈക്കത്തുകാർ മാത്രമല്ല, വൈകി വരുന്നവർക്കും പരസാഗരം അരുളുന്ന ഒരു മൂർത്തിയാണ് വൈക്കത്തപ്പൻ. അപ്പം വൈക്കത്തുകാരെ അപേക്ഷിക്കുന്നതിനപ്പുറം പുറമേ നിന്ന് വരുന്നവരെ കൂടെ ചേർക്കുന്ന ഒരാളാണ് വൈക്കത്തപ്പൻ. അഷ്ടമി വിളക്ക് രാത്രി 11-നാണ്. തുടർന്ന് വലിയ കാണിക്കയും നടക്കും. ഇതിനുശേഷമാണ് ഏറെ വികാരനിർഭരമായ ഉദയനാപുരത്തപ്പന്റെ വിടപറയൽ നടക്കുക. ജനം, കോട്ടയം.